ഫുഡ് കഴിച്ചോ? ഞാനൊരു കാര്യം പറയാം. നിന്റെ ഈ ഊമ്പിയ അഭിനയില്ലേ, ഇത് നീ മര്യാദക്ക് നിന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി. ആ 30 സസ്പെൻഷൻ കണ്ണാപ്പിയുടെ മാറിയിട്ട് 14 ദിവസം ഗ്യാങ് സസ്പെൻഷൻ ആയിരുന്നു. എനിക്കൊന്നും പറയാനില്ലടാ. അണ്ണാ ഇല്ല ഇല്ല അണ്ണാ കാര്യമായിട്ട് പറഞ്ഞ അണ്ണാ. എന്റെ അടുത്ത് മാമൻ റഷ്യയിൽ അവൻ തുണിയും പൊക്കി പോയപ്പം ഞാൻ എന്റെ അടുത്ത് പറഞ്ഞത് 1.5 വർഷം അവൻ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ 2 മാസം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നിങ്ങൾ ഒരു പർട്ടിക്കുലർ മൊമെന്റിന് വേണ്ടിയിട്ട് മാസ് കാണിക്കാൻ വേണ്ടി ചെയ്ത കാര്യം എത്ര ദിവസം എത്ര പേരെ അഫക്ട് ചെയ്ത്? ഇതിനി അടുത്ത 14 ദിവസം എന്ത് ചെയ്തോണ്ടിരിക്കും ഞാൻ? ഡെയിലി വന്ന് ലൈവ് ഇട്ട് പോത്തിന്റെ കുണ്ണയെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ പറ്റും എനിക്ക്? അണ്ണാ 14 ദിവസം നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് എന്റെ കയ്യില്. അന്നേ പറഞ്ഞതാ ഇവനെ ഒന്നും എടുക്കണ്ടായിരുന്നെന്ന്. ശരത്തേട്ടാ എന്തുവാടാ പ്രശ്നം? അയ്യോ ശരത്തേട്ടാ, അറിയാതെ ഈ ഇളം പ്രായമല്ല ശരത്തേട്ടാ നമ്മള്. എണ്ണം വന്നെന്ന് ചെന്ന് കേറിക്കൂടെ? നമുക്കിനി ആർപ്പിക്കറ നമ്മളെ ഏറ്റവും രഘുന് വലിച്ചോണ്ട് വേണം എന്നെ. രഘുന് വലിച്ചോണ്ട് പോയാട്ടാ എന്റെ ഒരു പോക്ക്. ഞാൻ എന്റെ ചങ്ക് പോയി സംസാരിക്കേ. ഹലോ അണ്ണാ പറയണ. എടാ നീ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ കോളിലായിരുന്നു. ആണോ? അല്ല ചുമ്മാ വിളിച്ച. എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നേ? ഒന്നുമില്ലണ്ണ. ഫുഡ് കഴിച്ചോ? ഞാനൊരു കാര്യം പറയാം. നിന്റെ ഈ ഊമ്പിയ അഭിനയില്ലേ, ഇത് നീ മര്യാദക്ക് നിന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി. ഇനി ഇവിടെ നീ അഭിനയിച്ച് എന്റെ അടുത്ത് മറ്റേ കൊണച്ച അഭിനയം എടുക്കാനാ പ്ലാനെങ്കിൽ 30 ദിവസത്തെ ബാൻ കൂടാതെ 1 മാസത്തെ TV എന്നുള്ള സസ്പെൻഷനോട് ഞാൻ തരും. അത് ചെറിയൊരു വ്യത്യാസം ഉണ്ടെണ്ണത്. കണ്ണാപ്പിക്ക് ഇപ്പൊ അണ്ണ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ നേരെ ഇരട്ടിയിട്ടുണ്ട് ഇപ്പൊ കൊടുക്കും. അണ്ണ അത് അറിഞ്ഞ അല്ലല്ല, അത് എനിക്കല്ല കൊടുക്കണ്ട അണ്ണ, അത് മാമനാണ്. അണ്ണ ഇതണ്ണ സത്യമായിട്ടോ അണ്ണ, ഇതൊന്നും പിടിച്ച ഞാനല്ല അണ്ണ. എനിക്കവിടെ എന്താ ബോബോ എന്താ പറഞ്ഞ? ആ 30 സസ്പെൻഷൻ കണ്ണാപ്പിയുടെ മാറിയിട്ട് 14 ദിവസം ഗ്യാങ് സസ്പെൻഷൻ ആയിരുന്നു. ഇല്ല അത് ഞാൻ മാറ്റം പറയണം. അത് എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലും പ്രശ്നമില്ല. ഗ്യാങ് സസ്പെൻഷൻ 2 ദിവസമായിട്ട് വീശിയിരിക്കില്ലായിരുന്നു. 2 ദിവസമായിട്ട് വീശിയിരിക്കുവായിരുന്നു ഫുൾ ടൈം. എനിക്കൊന്നും പറയാനില്ലടാ. അണ്ണാ ഇല്ല അണ്ണ കാര്യമായിട്ട് പറഞ്ഞ അണ്ണാ, എന്റെ സൈഡ് നോക്കിയപ്പോ എനിക്ക് FRP ഇല്ലെന്ന് പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. അവര് FRP എനിക്കെതിരെ വലിച്ചിട്ടില്ല. മാമനോട് ക്ലിയർ ആയിട്ട് മെസ്സേജ് അയച്ചതാണ് ഞാൻ. മാമ ഗ്യാങ് സ്ലോട്ടിൽ നീ ഇപ്പൊ ഇല്ല എന്ന്. അപ്പൊ സിറ്റുവേഷൻ എടുക്കാൻ പോകുമ്പോ അറ്റ്ലീസ്റ്റ് അവനെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയണ്ടേ? അല്ല, നിനക്കൊക്കെ അറിയത്തില്ല എന്ന് പറഞ്ഞതിൽ നിനക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല. എന്നാലും ഞാൻ പറയുവാ മാമന് പറയാലോ. അല്ലണ്ണ സത്യം കേട്ടോ അണ്ണ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ BC ഡോക്ടർ ബ്രോ എന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. മാമന് പറയാറുന്നല്ലോ. അണ്ണ മാമനും പറഞ്ഞില്ല. മാമൻ പറഞ്ഞില്ല, ഞങ്ങള് ഗ്യാങ് വണ്ടിയായിട്ടാ പോയത്. അപ്പോഴും പറഞ്ഞില്ല. ഞാനും ഗ്യാങ്ങിലില്ല, മാമനും ഗ്യാങ്ങിലില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ചോദിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഗ്യാങ്ങിൽ ഇപ്പൊ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ. അല്ല അതുമല്ലണ്ണ, ഗ്യാങ് വണ്ടി എടുത്താ പോയതണ്ണ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു എല്ലാരും ഗ്യാങ്ങിലുണ്ടെന്നുള്ള കേസില്ല. എന്റെ അടുത്ത് മാമൻ റഷ്യയിൽ അവൻ തുണിയും പൊക്കി പോയപ്പം ഞാൻ എന്റെ അടുത്ത് പറഞ്ഞത് 1.5 വർഷം കഴിഞ്ഞിട്ടേ വരുത്തുള്ളെന്നാ പറഞ്ഞ എന്നോട്. അവൻ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ 2 മാസം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്റെ അടുത്ത് അവൻ തന്നെയാണ് പറഞ്ഞത് സ്ലോട്ടിൽ നിന്ന് മാറ്റിയിട്ടോളാൻ. എന്റെ അടുത്ത് അവൻ തന്നെ പറഞ്ഞു ഇപ്പോഴേ വരത്തില്ല, സ്ലോട്ടിൽ നിന്ന് മാറ്റിയിട്ടോളാൻ. സ്ലോട്ടിൽ നിന്ന് അതുകൊണ്ടാണ് മാറ്റിയിട്ട് നമ്മൾ പുതിയ മെമ്പേഴ്സിനെ എല്ലാം എടുത്ത് 35 ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഓൾറെഡി. അതിൽ ആക്ടിവിറ്റി എല്ലാം നോക്കി എത്ര ആൾക്കാരെ കറക്റ്റ് ഇട്ട് വെച്ചിരിക്കുക. അപ്പോൾ പെട്ടെന്ന് മാമൻ വന്നിട്ട് 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അവൻ RP സ്ട്രീം ചെയ്തതിന് ശേഷം സ്ലോട്ടിൽ ഇടാൻ പറഞ്ഞ് എനിക്കിടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ ആരെ വെറുപ്പിക്കോടാ? ഞാൻ അത് പറ. അവൻ എന്നോട് പറഞ്ഞതിന്റെ പുറത്തില്ല. എനിക്ക് മാമനും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനകത്തുള്ള പുതിയതായിട്ട് വന്ന മെമ്പേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതി മാമൻ റഷ്യയിൽ നിന്ന് തുണി പൊക്കി തിരിച്ചു വന്നപ്പോൾ ഞാൻ അവനെ തിരിച്ചെടുത്തിടണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? അത് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ. അതുകൊണ്ട് ഞാൻ അവനടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞ മാമ നീ കുറച്ച് ദിവസം ആക്റ്റീവ് ആവുക. ആരെങ്കിലും ഇതിനകത്ത് ഇനിയിപ്പോൾ ഇനാക്റ്റീവ് ആവുമോ എല്ലാം ആണെങ്കിൽ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തനുണ്ടല്ലോ, അവന്റെ പേരെന്തായിരുന്നു, കീരി. അവൻ പോലും ഇപ്പൊ ഫുൾ ടൈം സിറ്റിക്കകത്ത. മനസ്സിലായി? അങ്ങനെ ഒരു ഇനാക്റ്റീവ് സ്ലോട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. എല്ലാരും ആക്റ്റീവാ. എനിക്കിടാൻ പറ്റത്തില്ല ഇത്. എനിക്ക് ഇതിന്റെ പുറകെ ഇന്നത് സംസാരിച്ചുകൊണ്ട് പോകാൻ വയ്യ. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് 14 ദിവസം ഗ്യാങ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ചെറിയ
എടാ എല്ലാം ഒന്ന് സെറ്റായി വരുമല്ലോ. ഇത് കാണാൻ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്തുവാടാ നമ്മൾ പറയണ്ടേ? നിങ്ങൾ ഒരു പർട്ടിക്കുലർ മൊമെന്റിന് വേണ്ടിയിട്ട് മാസ് കാണിക്കാൻ വേണ്ടി ചെയ്ത കാര്യം എത്ര ദിവസം എത്ര പേരെ അഫക്ട് ചെയ്ത്? അത് നീ എന്ത് ഈ അടുത്ത 30 ദിവസം നീ ബക്കറ്റ് വിരിവായിട്ട് ഇവിടെ ഇരിക്കുവോ? ഇങ്ങനെ എന്തേലും തായോ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ അല്ലാതെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഇവിടെ എന്തെങ്കിലും ഗെയിം കളിക്കാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും കഴിവുണ്ടോ നിനക്ക്? ഇവിടെ നീ വായത്തള, നീ കുറച്ച് ദിവസം ഒമേകളിട്ട് നീ നിന്റെ കാര്യം നോക്കി പോകും. ബാക്കി ഇത് മാത്രം കളിച്ചോണ്ടിരിക്കുന്നവന്മാർ എന്ത് ചെയ്യും? അല്ലണ്ണ ഞാൻ ഓൾറെഡി അണ്ണ ഞാൻ ഇന്ന് ബി സി ചെന്നപ്പോ പറഞ്ഞ എനിക്ക് 30 ദിവസം അല്ലെ 60 ദിവസം ഗ്യാങ് സസ്പെൻഷൻ കിട്ടിയാലും പ്രശ്നമില്ല. നമ്മുടെ ഗ്യാങ്ങിന് സസ്പെൻഡ് അല്ല ഞാൻ പറഞ്ഞായിരുന്നു ഡോക്ടറോട് എടുത്ത് 60 ദിവസം ഗ്യാങ് സസ്പെൻഷൻ കിട്ടിയാലും പ്രശ്നമില്ല, എനിക്ക് ഗ്യാങ്ങിന്റെ സസ്പെൻഷൻ മാറ്റി കിട്ടിയോ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ കണ്ണാപ്പി, നിങ്ങൾ രണ്ടുപേരും ഇനാക്റ്റീവ് ആയിരുന്ന സമയത്ത് ഞാൻ ഇത് റീ ചെയ്ത സമയത്ത് പറയാം. ഞാൻ നിങ്ങളെ കുറ്റം പറയാല്ല. നിങ്ങൾ ഓൾറെഡി പറഞ്ഞായിരുന്നു മെന്റലി ഓക്കെ അല്ല, ഒക്കെ ആയിട്ട് പയ്യെ കളിക്കാൻ വരാമെന്ന്. ഞാൻ അത് റെസ്പെക്ട് ചെയ്ത ഒരാളാണ്. ഞാൻ അതുകൊണ്ട് പറയാം, നിങ്ങൾ ഇനാക്റ്റീവ് ആയിരുന്ന സമയത്താണ് ഞാൻ ഇത് റീബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ വെൽ പ്രോപ്പർ ആയിട്ട് സെറ്റിലായി നമ്മൾ വാറൊക്കെ ജയിച്ച് വന്നപ്പോഴാണ്. വാറൊക്കെ ജയിച്ച് സിറ്റുവേഷൻസ് ഒക്കെ മര്യാദയ്ക്ക് എടുത്ത് ഗ്യാങ് സിനർജി ഒക്കെ ഒന്ന് വന്ന് 2-3 മീറ്റപ്പുകളൊക്കെ കഴിഞ്ഞ് എല്ലാം വന്ന സമയത്താണ് ഇവിടെ സുനാമി എന്ന് പറഞ്ഞൊരു അണ്ടി വന്നിട്ട് ഇതെല്ലാം മെസ്ഡപ്പ് ആയത്. എന്നിട്ട് ഇതൊന്ന് തിരിച്ച് ഒരു ഗ്യാങ് വണ്ടിയിൽ കയറ്റി ഗ്യാങ് ഡ്രസ് ഒക്കെ കൊണ്ടുവന്ന് മര്യാദയ്ക്ക് കളിക്കാന്ന് പറഞ്ഞ് വന്നപ്പം വീണ്ടും ഗ്യാങ് സസ്പെൻഷൻ 14 ദിവസം എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കേൾക്കുമ്പോൾ എനിക്കൊരു ലീഡർ എന്നുള്ള രീതിയിൽ എനിക്കത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. മനസ്സിലായി. ഇതിനി അടുത്ത 14 ദിവസം എന്ത് ചെയ്തോണ്ടിരിക്കും ഞാൻ? അണ്ണാ അത് നമുക്ക് വഴി ഉണ്ടാക്കാം അണ്ണാ, പേടിക്കാൻ. അണ്ണാ അത് ഡെയിലി വന്ന് ലൈവ് ഇട്ട് പോത്തിന്റെ കുണ്ണയെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ പറ്റും എനിക്ക്? കേട്ടാനൊക്കെ പറയേണ്ടി വരും. ഒരു മിനിമം സമാധാനം കിട്ടുന്നത് ഇതിനകത്ത് കയറും. അല്ലണ്ണ ഞാൻ അണ്ണാ 14 ദിവസം നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ട് എന്റെ. കണ്ണാപ്പി ഒന്ന് പോയി കാണുന്നുണ്ട് ഡോക്ടറെ. അല്ലണ്ണ 14 ദിവസം നമുക്ക് എന്തേലും പരിപാടി ഉണ്ട്. എന്ത്? അല്ല നമുക്ക് എന്തേലും പരിപാടി സെറ്റ് ചെയ്യാന്ന് 14 ദിവസത്തേക്ക്. അങ്ങനെ ഞാനൊരു പരിപാടി സെറ്റ് ചെയ്തില്ല കണ്ണാപ്പി. ഞാൻ എന്തിനു സെറ്റ് ചെയ്യണം? അല്ല ഞാൻ സെറ്റ് ചെയ്യാം. അണ്ണൻ വന്നാ മതി, സിറ്റിയിലെ വന്നാ മതി. ഞാനും വരത്തില്ല. ഞാൻ ഒരു അണ്ണനൊരു സ്റ്റിക്കേഴ്സ് അണ്ണല്ലാതാവുന്നുണ്ട് ഇടയ്ക്ക്. അണ്ണൻ പോയി സംസാരിക്കാം. അതേ സംസാരിക്കാം. അത് സീനിന്റെ അത്യാവശ്യമാണത്. ഞാനന്ന് ഇടയ്ക്ക് മാറി നിന്നപ്പോഴേ ഇവിടെ ഒരു തലതിരിവ് നടന്ന്. നീ ഒന്ന് മാറി നിന്നപ്പോഴല്ല, നീ തിരിച്ചു വന്നപ്പോഴാണ് ഈ കുണ്ണായ്മ എല്ലാം നടന്നത്. നീ മാറി നിന്നപ്പോ സമാധാനത്തിൽ പൊക്കോണ്ടിരുന്ന. അല്ലാണ്ട ഞാനല്ലണ്ട അണ്ണ ഈ ബോബോയ് ഇവര് വന്നപ്പോഴല്ല മാമൻ അണ്ണ ഇതിലണ്ട ഈ പരിപാടിയിൽ ഒന്നും വരാത്തൊരുത്തരുണ്ട മാമൻ. അന്നേ പറഞ്ഞതാ ഇവനെ ഒന്നും എടുക്കണ്ടായിരുന്നെന്ന് ശരത്തേട്ടൻ. ശരത്തേട്ടാ അങ്ങനെ പറയല്ലേ ശരത്തേട്ടാ, അതെനിക്ക് ഫീൽ ആവും. അണ്ണ എന്താണ് മിണ്ടാണ്ടിരിക്കുന്നത്? എന്തേലും മിണ്ടണ്ണ, നമുക്കത് ടെൻഷൻ സത്യം. പിന്നെ ഞാൻ ഇവിടെ കളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ നിന്നോട് സ്വകാര്യം പറഞ്ഞോണ്ടിരിക്കാം. അണ്ണാ ഇതിപ്പം നമുക്ക് 14 ദിവസം ഇല്ലേ അണ്ണാ. ഞാൻ മേളിൽ നിന്ന് വിളിപ്പിക്കാം. മറ്റേ അണ്ണാ പുതിയൊരു ഗെയിം ഇറങ്ങിയിട്ടുണ്ട്, 4 പേർ കളിക്കാം, സൂപ്പറാ. നീ ഒരു കാര്യം ചെയ്യ്, നീയും മാമനും കണ്ണാപ്പി എല്ലാം ബോബോയുടെ എല്ലാം കൂടെ വിളിച്ച് കളിക്കും. എനിക്ക് എന്തായാലും താല്പര്യമില്ല നിന്റെ കൂടെ കളിക്കാൻ. അണ്ണാ അത് 1 മാസം എന്തോ എടുക്കും ആ ഗെയിം കംപ്ലീറ്റ്ലി തീർക്കാനെന്നാണ് കിട്ടിയത്. വിഷയം ഫൺ ഗെയിമാ. നമുക്കൊരു പിടിക്കാം, കൂടെ കൂടിയാ പിടിക്കാം. കായംകുളത്തുണ്ടാക്കിയ ഗെയിമാണ്. അല്ല അവരിപ്പതേ താഴോട്ട് നോക്കി, നീ അവര് RV ഡയറക്റ്റ് കളിക്കുന്നത്. ഇടയ്ക്ക് കോച്ച് അവിടെ പബ്ജി, എല്ലാരും ഓരോ ഗെയിമുകളിലോട്ട് മാറി. ഫൈനൽസ് അണ്ണാ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഒരു ചേഞ്ച് ഒക്കെ ആൾക്കാർക്ക് നല്ലതാ. ഞങ്ങൾ അതുകൊണ്ട് ഇവന്റെ ലൈവ് ആണെന്ന് എല്ലാവരോടും പറയാ. RP സ്ട്രീം ഇവന് ഇടുന്ന വരെ 5 പൈസ സൂപ്പർ ചാറ്റ് ചെയ്യല്ലേ ഇവന്. 5 പൈസ സൂപ്പർ ചാറ്റ്. റവന്യൂ ഇല്ലാതെ എത്ര പേര് ഈ ചേഞ്ചിൽ സ്ട്രീം ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. അത് ഞാൻ ഇപ്പൊ ഗോൾ പോലും ഇടാറില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ മതി. ഇനി RP സ്ട്രീം തുടങ്ങിയിട്ട് മതി. ഇല്ലണ്ണ ഞാൻ അത് അണ്ണനോട് സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അണ്ണൻ പറഞ്ഞാൽ RP കയറത്തുള്ളൂ ഞാൻ പറഞ്ഞായിരുന്നേ. അപ്പൊ അണ്ണൻ ഇത്ര നേരം കോളില് ഇരുന്നപ്പോ അത്ര നേരം വെയിറ്റ് ചെയ്യുന്നേ. എന്നെ മനുഷ്യൻ എന്താണ് അണ്ണാപ്പി ഇത്?
ഓക്കെ എന്നൊക്കെ പറയുന്നൊരു ലൈസ് അതൊന്നും കുഴപ്പമില്ല ലൈസ്. നമ്മളിപ്പം ഗോൾ പോലും ഇടാറില്ല ലൈസ്. നമുക്ക് അങ്ങനെ ഇന്നാണ് ഗോൾ അടിക്കാനായിട്ട് ഞാൻ പറഞ്ഞു ലൈസ്. നമ്മൾ ചാറ്റർ തന്നെ നോക്ക്, അതൊന്നും പറഞ്ഞില്ല. നമ്മളൊന്നും പറഞ്ഞാൽ അവര് തൂറി കവർ കെട്ടി എറിഞ്ഞു തരും നിനക്ക്, ഉറപ്പാണ്, ഒരു സംശയമില്ല. അണ്ണ അറിയാലോ അണ്ണ, ഈ 20-21 വയസ്സ് 22 വയസ്സ് ഇളം പ്രായമല്ലാണ്. എറണാകുളത്ത് കാറും കൊണ്ട് പോകുന്ന സമയത്ത് കണ്ണാപ്പി അല്ലേ, ഞാൻ ടിവിയുടെ ലൈവ് ഒക്കെ കാണാറുണ്ട്, ഒന്ന് വന്നേന്ന് പറഞ്ഞാൽ അവൻ അകത്തോട്ട് കൊണ്ടുവരും കവർ കെട്ടി തൂറി നിന്റെ മുഖത്ത് അടിക്കുന്നത്. ഉടനെ നീ ഫേസ് ചെയ്യേണ്ടി വരും, അത് ഉടനെ നീ ഫേസ് ചെയ്യേണ്ടി വരും, ഉറപ്പാ. അത് ഏതെങ്കിലും ഒരു ടി വി എ ഫാൻ അത് ചെയ്യും, ഒരു ടി വി എ ഫാൻ അത് ഉറപ്പായിട്ടും ചെയ്യും, ഉറപ്പായിട്ടും. കണ്ണപ്പി ലൈവാണ് കണ്ണപ്പി കളിക്കാന്നോ? ലൈവാ. എടാ എന്തുവാടാ പ്രശ്നം? അയ്യോ ശരത്തേട്ട, അറിയാതെ ഈ ഇളം പ്രായമല്ല ശരത്തേട്ട നമ്മള്, അപ്പൊ അതിന്റെ തരിപ്പിൽ എന്തെങ്കിലുമൊക്കെ പറ്റി പോകത്തില്ലേ? എന്റെ അടുത്ത് കണ്ണാപ്പി നേരത്തെ വിളിച്ചിട്ട് വന്ന് നീ എന്തോ അലമ്പുണ്ടാക്കി പ്രശ്നമാക്കിന്ന് ഈകള്. ഞാനോ? ആസണ്ണല്ല മാമൻ. ഇവരാ പറഞ്ഞ എന്തോ ഹെൽപ്പറിനെ എന്നാണോ നീ കയറി വെടി വെച്ചിട്ട് അങ്ങനെ ഒന്ന് സസ്പെൻഷൻ വാങ്ങിച്ചത്. ആസണ്ണല്ല മാമനാ. ഈകളുടെ ഒന്ന് റാഗിട്ടെ. അയ്യോ ഒരു മിനിറ്റ് ചെപ്പിമാത്തിവറ, നമ്മളൊന്നും കൂടെ ഉണ്ട് കണ്ണാ നിർത്താക്കി 200 രൂപ സൂപ്പർ ചാർജ്. സെഫിൻ ബ്രോ, നിങ്ങളെ പോലത്തെ ആൾക്കാരാണ് ഈ കുണ്ണെ പഴപ്പിക്കുന്നത്, പറയാതിരിക്കാൻ വയ്യ. അയ്യോ എന്തുവാടാ പ്രശ്നം? എന്തുവാടാ ചരിത്രം പറഞ്ഞു. ഗ്യാങ് സ്ലോട്ടിൽ ഇല്ലാത്ത അവനെ അടിച്ചെന്ന് പറഞ്ഞിട്ട് ഗസാറുടെ ഗ്യാങ് ഹൗസിൽ പോയിട്ട് അവന്മാരുടെ ക്ലോസറ്റിനകത്തും കൈയിട്ടിട്ട് വന്ന് ബാനും മേടിച്ച് അവിടെ പോയി വെടി വെച്ച് ഷോ ഇറക്കി ലൈവില്. അങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ. മിസ്റ്റേക്ക് ആണ് അണ്ണ. ഞാൻ അണ്ണ മാമനാണ് സത്യം പറയാൻ. മാമൻ പറഞ്ഞില്ല ഇവൻ ഗ്യാങ് സ്ലോട്ട് ഇല്ലാത്ത. എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ അണ്ണ. അത് ഡോക്ടർ ബ്രോയ്ക്ക് വ്യക്തമായിട്ടാണ്. ഡോക്ടർ ബ്രോ ഞാൻ അവിടെ ചെന്ന് ഡോക്ടർ കാര്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. മാമൻ ഈ സ്ലോട്ടിലും ഇല്ല, ലിസ്റ്റിലും ഇല്ല, രണ്ടിലും ഇല്ലെന്നുള്ള കാര്യം ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ എന്തോ ഗ്യാങ്ങിലുള്ള ആർക്കും കളിക്കാൻ പറ്റൂലേ? അല്ല ചേട്ടാ, ഇവൻ സിറ്റിസൺ സിറ്റുവേഷൻ ആയിരുന്നു അത്. അതല്ലടാ പൊട്ടാ, എന്ത് ബാൻ കിട്ടിയേക്കണേ? ആ ഗ്യാങ്ങിൽ ആർക്കും ആർക്കും കളിക്കാൻ പറ്റത്തില്ലേ? ഇല്ല, 14 ദിവസം ആർക്കും പറ്റൂല ചേട്ടാ. എന്നുവെച്ചാ മാമ സിറ്റിസൺ അല്ലേ ചേട്ടാ. അപ്പം സിറ്റിസനെ അടിച്ചെന്ന് ഗ്യാങ് ചോദിക്കാൻ പോയി, ഞാനും പോവുകയും കൂടെ. അയ്യോ, ചോദിക്കാൻ പോയപ്പോ സസ്പെൻഷൻ. ബാക്കിയുള്ളവരുണ്ട് പേര്. അണ്ണ ഓക്കെ അണ്ണ, നമുക്ക് ഈ റൂൾസ് ഒന്നും അറിഞ്ഞൂടണ്ണ. അണ്ണാ അവന്മാര് പോലും പറഞ്ഞു തന്നില്ല. അവന്മാര് ഫുൾ സപ്പോർട്ടായിരുന്നു നമ്മളിവിടെ. LX2 ഒക്കെ ഉണ്ടത് അടിക്കാൻ. എടാ നീ എവിടെ പറഞ്ഞ്? ആരും പറഞ്ഞില്ല, ആരും ഒന്നും പറഞ്ഞില്ല. മണ്ടത്തരമാണ്, സാവേജ് LX2 പിന്നെ ആരൊക്കെയായിരുന്നു നൈസ് ഉണ്ടായിരുന്നു? അങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത്? മണ്ടത്തരം പറഞ്ഞപ്പോ നീ എന്താ ചെയ്യാഞ്ഞേ? ഓ, ഇനി നിന്നെ പിടിച്ചു നിർത്താൻ ഞാൻ TV-യിൽ 5 വരെ എല്ലാ ദിവസവും നിന്റെ കൂടെ വിടാം, നിന്നെ പിടിച്ചു നിർത്താൻ. നമുക്ക് അറിഞ്ഞു. എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയിട്ട് വാ, ഒരു 10 സെക്കൻഡ്. 10 സെക്കൻഡ് ഇടാവും. 10 സെക്കൻഡ്. 10 2 9 3 8 4 7 5 4 8 3 9 10 വലിച്ചു തിരിച്ചു. തിരിച്ചു ചെറുതാ തിരിച്ചു വലിച്ച് 10 സെക്കൻഡ് കഴിഞ്ഞ്. ഇവൻ എന്തിനാ ഈ പറയുന്നത്? ഇപ്പൊ ഫൈനൽസ് ആയത് ഒന്ന് 10 സെക്കൻഡ് ഒന്നും കറക്റ്റ് വലിച്ചോടാ. ചരിത്രത്തിലല്ലേ കറക്റ്റ് 10 സെക്കൻഡ് വലിക്കാൻ. അയ്യോ ചരത്തേട്ടാ, നമുക്ക് ഈ തരിപ്പ് വരുന്ന പ്രായമാണ് 21, 22, ഈ ഇളം പ്രായം. അത് ഈ ആൾക്കാർക്ക് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ പറ്റും. ചരത്തേട്ട ഈ പ്രായത്തില് ഇങ്ങനത്തെ മിസ്റ്റേക്ക് ഒക്കെ പറ്റില്ല ചരത്തേട്ടാ? ഞാൻ 21, 22 വെച്ച് മര്യാദക്ക് ജോലിക്കും പോയി വീട് നോക്കുമായിരുന്നു. അടുത്തട നമ്മള് വീട് നോക്കാൻ വേണ്ടിയല്ലേ എടുത്തിട്ട് ലൈവ് ഒക്കെ ഇടുന്നേ. രാവിലെ വരെ 12 വരെ കുണ്ണയും കുത്തി കിടന്നു. പോയി സിറ്റി കയറ അഭിമതി. ഞാൻ പോയി തലവര കാണട്ടെ. ഓ അതായത് ഡിപ്രഷൻ ആവുകയാടാ പോയി. നീ കണ്ടോടാ? ഞാൻ കണ്ടടാ. നീ കാണാതിരിക്കുന്ന അളിയാ ഭേദോ. ആണോ? നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് നീ തകർന്നു വേടാ. സിറ്റി കയറ. സിറ്റി കയറ്. നീ അങ്ങനെയൊക്കെ പറഞ്ഞാടാ. തകർന്നു വേടാ. ഞാൻ തകർന്നു പോയില്ലടാ അത് കണ്ട്. ആണോ? ആടാ. കരയോന്നോ? ഞാൻ ഇരുന്ന് കരഞ്ഞു ഈ ഒരു അവസ്ഥയിലെ കൂടെ ആയോണ്ട്. എന്നാ വേണ്ട.
ഡിസ്കൗണ്ട് നോട്ടിഫിക്കേഷൻ വന്നില്ല. എന്ത് ആർമി കുട്ടാ? ഓ എന്തോ ശരദേട്ടാ ഞാൻ പറഞ്ഞു തീർത്തില്ല, പറഞ്ഞു തീർക്കണം. എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ? കുണ്ണയും കുത്തി എന്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. എന്നെ പോലെ കുണ്ണയും കുത്തി കിടന്നുറങ്ങല്ലോ അങ്ങനെ എന്താ? ആ, നിന്നെ കണക്ക് കുണ്ണയും കുത്തി കിടന്ന് ഉറങ്ങുമല്ലോ. നീയൊക്കെ 12 മണിയാകുമ്പോ കുണ്ണയും കുത്തി കിടന്ന് ഉറങ്ങിയിട്ട് ഉച്ചയാകുമ്പോ മറ്റേ കോട്ടോ ഇട്ട് എണ്ണിച്ച് വന്നിട്ട് ആഹാരം കഴിച്ചിട്ട് ശരത്തേട്ടാ അങ്ങനെ പറയരുത്. 10 മണിക്ക് ലൈവ് ക്ലാസ് ലൈവല്ല എണീക്കുന്ന ക്ലാസ് ലൈവ്. സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ആരും ഫാസ്റ്റ് ബീസ്റ്റ്, പിന്നെ ഇപ്പൊ പ്രിൻസ് ഇത്, പിന്നെ ഇതിനകത്ത് മറ്റേ എന്തൊക്കെയോ കുറെ ആൾക്കാരെ കണ്ടു. ദൈവത്തെ സൂപ്പർ ചാറ്റ് ചെയ്ത് പൈസകളല്ലേ ശരത്തേട്ടാ ഇങ്ങനെ പറഞ്ഞു. എന്റെ ആകെ വരുമാനമാണ് ശരത്തേട്ടാ നിങ്ങൾ മുടക്കുന്നത്. ഗ്യാൻ ബാഗ് വാങ്ങി മാസ് കാണിച്ച കണ്ണാപ്പിയാണ് ഇനി ഹീറോ, സൂപ്പർ ഹീറോ കണ്ണാപ്പി. സത്യം പറഞ്ഞ ഇത് എന്റെ തലേ വന്നാട്ടോ. ഇത് മാമൻ ചെയ്ത കുറ്റമാണ്. ഇത് എന്റെ തലയിലാണ് വന്നത്. എല്ലാവരുടെയും പ്രശ്നം കണ്ടവന്മാര് ചെയ്യുന്ന പ്രശ്നത്തിന്റെ ബലം മൊത്തം നമ്മൾ അനുഭവിക്കണ്ടേ? ചരിത്രത്തിൽ ഇത് മാമൻ എന്നിട്ട് ഈ VC പോലും വന്നോ? എടാ ബോബോ ഇതെല്ലാം കേട്ടോണ്ടിരിക്കണം. ആ ബോബോ എടുത്ത് VC ചെന്നപ്പോ ചോദിച്ചോ ആരുടെ ഭാഗത്താ തെറ്റെന്ന്. സത്യം പറഞ്ഞു എനിക്കെതിരെ FRP വന്നിട്ടില്ല. നീയാ കൊന്നയാദ്യം ഗൈസ്, എനിക്കെതിരെ പക്ഷെ FRP വന്നിട്ടില്ല. അതറിയോ നിങ്ങക്ക്? നീയാണ് ഹൗസ് പോകാനുള്ള പ്ലാനറ്റ്. ആ ഹൗസ് പോകാനുള്ള പ്ലാനറ്റ് ബോബോയാണേ. അത് വെച്ച് പറയുന്നുണ്ടവൻ. മാമ നിന്നെ തൊട്ടേ. പിന്നെ എന്റെ അടുത്ത ചാനലിന്റെ ഉദ്ഘാടനം ഉണ്ട് കേട്ടോ ഉടനെ. ബ്ലോഗ് ചാനൽ എഡിറ്റിംഗ് ഒക്കെ പിടിക്കല്ലേ? അല്ല ബ്ലോഗ് ചാനൽ, ബ്ലോഗ് ചാനലിന്റെ ഉദ്ഘാടനമാണ് എന്റെ. ചിലപ്പോൾ എന്തായിരിക്കും പേര് എന്ന് പറയാ, ഒരു നല്ലൊരു പേര് പറഞ്ഞു തരൂ. ഇതിനകത്ത് ചെറുമൻ കണ്ണാപ്പി ഇട്ടപ്പോ നല്ല പറയുന്നേ മറ്റേ ഷിറ്റ്സുന്നോ അല്ലെങ്കിൽ UK ബുള്ളിന്നോ കണ്ണാപ്പി വ്ളോഗ്സ്, പട്ടിയുടെ പേരിലേ എടുത്തോളൂ. കണ്ണാപ്പി വ്ളോഗ്സ് കൊള്ളൂലായിരുന്നല്ലേ? ഒരു ദിവസം പണ്ട് ബ്രാൻഡ് പ്രൊമോഷൻ വന്നപ്പം ഞാൻ നിന്റെ പേര് കൊടുത്ത ഡിപ്രഷൻ ആക്കില്ലേ പ്ലീസ്. അപ്പൊ ഏതാ ഏസറോ ലിനോവ എങ്ങണ്ട. അപ്പൊ ആര് പറഞ്ഞ് വാട്ട്സ് ഫക്ക് ഈസ് ഹിസ് നെയിം ജർമ്മൻ കണ്ണാപ്പി is the breed of a dog or something ഇന്ന്. പട്ടിയുടെ ബ്രീഡ് വല്ലോ ആണോന്ന് ഞാൻ പറഞ്ഞ. അല്ല ക്രിയേറ്റർ ആന്ന്. പട്ടിക്ക് ഇത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് കണ്ടതിനകത്ത്. കുഴപ്പമില്ല. എനിക്ക് എല്ലാരും കുഴപ്പമൊന്നുമില്ല. നിന്റെ പേര് കണ്ണാപ്പി ബ്ലോഗ്സ് ഒന്നുമില്ല, കൺകുൺ ബ്ലോഗ്സ് അങ്ങനെ ആയിരിക്കും. കൺകുൺ ബ്ലോഗ്സ് ചർച്ചയുടെ കിട്ടുന്ന പേരാ അത്. കൺകുൺ. ഞാനത് ഉപകരിച്ച് പറഞ്ഞ കണ്ണും കണ്ണ് കാണാത്ത കുണ്ണയില്ലാത്ത ഉദ്ദേശിച്ചേ. അതെ എങ്ങനെയായാലും അത് ആ പേര് ചേർത്തട്ടാ ഞാൻ അതങ്ങ് ഏറ്റെടുത്ത്. അതാ അപ്പൊ നമുക്ക് ഡെലിബറേറ്റ്ലി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ശരത്തേട്ടാ ഞാനേ പിന്നെ എന്തൊരു എഡിറ്റിംഗ് വർക്കൊക്കെ ഉണ്ടായി പറയണേ. അത് ഞാൻ എഡിറ്റ് ചെയ്യാനാ? അല്ല ഞാൻ എഡിറ്റ് ചെയ്യും. നമ്മളെ ഒരു വർഷത്തേക്ക് ക്രിയേറ്റീവ് ക്ലൗഡ് ഒക്കെ എടുത്തേ. ജീവിതമുണ്ട്. 5 വർഷം ട്രിം ചെയ്ത് തരാൻ പറ്റുമോ പുറകിലോട്ട്? നിന്നെ ഒന്നും പരിചയപ്പെടണ്ടായിരുന്നല്ലോ. എന്റെ ജീവിതം ഭേദമായേനെ. ഒരു ചരത്തിന് ടൈം മെഷീൻ കിട്ടി കഴിഞ്ഞാൽ 5 വർഷം പുറകോട്ട് അങ്ങ് പോവല്ലേ? ഞാൻ ഒരു 5 വർഷം പുറകോട്ട് പോകും. ഉറപ്പായിട്ടും 100% 5 വർഷം പുറകോട്ട് പോകും. ഞാനാണ് എന്ത് ചെയ്യുന്നത് 2015 പോകും. നേരെ പോയി കുറച്ച് ബിറ്റ് കോയിൻ ഒക്കെ മേടിച്ചിട്ട് ഇത് 2025 തിരിച്ചു തരും. പാസ്വേഡും എല്ലാം കൊണ്ട്. ഏതൊക്കെ സോഫ്റ്റ്വെയർ യൂസ് ആക്കുന്ന കേസ്? ഞാനിപ്പോ പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, പിന്നെ ഫോട്ടോഷോപ്പ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം സ്ക്രിപ്റ്റാണ്. ഇപ്പൊ സ്ക്രിപ്റ്റിന്റെ കാലഘട്ടമല്ലേ ചേട്ടാ? ഞാനിതൊന്നും കാണാറില്ല. ഞാനിങ്ങനത്തെ ഒന്നും കാണാറില്ല. എനിക്ക് ഇങ്ങനത്തെ എന്റെ ഫീഡിൽ അങ്ങനെ വലുതായിട്ട് വരാറില്ല. എന്റെ ഫീഡിൽ കൂടുതലെന്ന് പറഞ്ഞാൽ മണി ടോക്സ് ആണ് വരാറുള്ളത് എന്റെ ഫീഡില്. 10 വയസ്സായി എടുക്കാനല്ലോ ഇപ്പൊ. കണ്ണാ ഈസിയിൽ പോയി സംസാരിച്ചൂടെ? അത് ബ്രാവോ ഡ്രാഗ് ചെയ്തിട്ടാ. 2 ഡ്രാഗ് ചെയ്തിട്ട് ബ്രാവോ അപ്പുറത്ത് കിടപ്പുണ്ട്. ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യണോ? അതെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്നേട്ടാ. ബ്രാവോ എടാ ഇത് സോൾവ് ആക്കാൻ പറ്റത്തില്ലടാ ബ്രാവോ. കണ്ണാപ്പി ലൈവ് ആയിരുന്നില്ല. ഞാൻ ലൈവാ.
ലൈവ് ആണെന്ന് പറഞ്ഞപ്പോ എന്ത് ഇത് ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന് വീട്ടിൽ ഇപ്പൊ വരാ. തിരിച്ചു ആ കണ്ണന്റെ ഫീൽഡ് ഓൺലൈൻ പോക്കരത്തര പറഞ്ഞ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എടുത്തിട്ട് നിങ്ങളത് റാഗി ഓൺലൈൻ അല്ലല്ല അതല്ല ഇത് അതെന്റെ കാര്യം പറഞ്ഞത്. ക്യാനേഷ് എടുത്തേട്ടാ റാഗി ഒന്ന് ട്രൈ ചെയ്തേ. അപ്പൊ സ്ഥലത്തേട്ടാ പോയിട്ടരാ. എവിടെ പോവാനാ നീ? ആർപി ഒന്നുമില്ലല്ലോ. ആർപി കേറി. ആർപി കറിയാ? ആ ഓ ഗ്യാങ് ആയിട്ട് കളിക്കാണല്ലോ. ഓ എനിക്ക് ബാൻ ഇല്ലല്ലോ. കഴുകന്മാർ വട്ടമിട്ട് പറക്കുവാട് കണ്ണാപ്പി റാഞ്ചി കൊണ്ടുപോകുന്നില്ലേ? അതെന്താ? ഞാനും പറയാൻ വന്നേ. അതങ്ങനെ അവരെ എടുത്തോണ്ട് പോയിട്ട് കക്കൂസിനകത്ത് ഫ്ലഷ് അടിക്കുമെന്ന് തന്നെ. ഓ അങ്ങനെ. ആ, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മളീ ഫീൽഡ് ചെയ്തിട്ട് ഇപ്പൊ ആർ പി കളിക്കാൻ തുടങ്ങിട്ട് 7 വർഷമായി. മനസ്സിലായ? 7 വർഷം. എടാ ബ്രാവോ. 7 വർഷമായി. നിനക്ക് ഞാൻ ഇപ്പൊ താഴോട്ട് എത്ര വെച്ചോ. പ്രായമുണ്ട്? ഓ എനിക്ക് തരത്തില്ല. ലക്ഷ്മേ ജൂടെ നീയൊക്കെ അടിക്കാൻ കൂടില്ലായിരുന്നോ? ഞാനൊന്നുമില്ലായിരുന്നു. ജൂടുണ്ടായിരുന്നല്ലോടാ. LX2 ഉണ്ടായിരുന്നല്ലേ? ഇത്രയും വർഷമായില്ലടാ കുണ്ണെ. എന്താ മുമ്പാനാ നീ തൊലിച്ചത്? എന്താ മുമ്പാനാടാ കേറി അങ്ങ് അടിച്ചത് തൊലിച്ചത്? ഇപ്പൊ നീയൊക്കെ കാരണമല്ലേ ഞാൻ ഇപ്പൊ എടാ മണ്ടത്തരം. ശരി ഞാൻ ആർപ്പി കയറി ഡീറ്റെയിൽ ഇട്ട് പറയിപ്പിക്കരുത്.